ചൈനയെ വട്ടമിട്ട് വളയാൻ നേറ്റോ സഖ്യം ഏഷ്യ പസഫിക്കിലേക്ക് തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ബെയ്ജിംഗ് രൂപീകരിക്കുന്ന വിപ്ലവകരമായ സുരക്ഷാ നയങ്ങൾ മറുഭാഗത്തും. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പോലും കാറ്റിൽ പറത്തി ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ ചൈനയുടെ സാങ്കേതികവിദ്യയും റഷ്യയുടെ യുദ്ധതന്ത്രങ്ങളുമുണ്ട് എന്ന് അമേരിക്ക കരുതുകയാണ്. തൽക്കാലം ശ്രമിച്ചെങ്കിലും ഇറാൻ യുദ്ധം ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വഴിമാറുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. ജോർദാനിലെ മുവഫക് US വ്യോമസേനാ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. കോടികൾ വിലമതിക്കുന്ന യുഎസിൻ്റെ താഡ് പേട്രിയറ്റ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചായിരുന്നു ഇറാൻ്റെ ഈ പ്രഹരം. ഇതിന് ഇറാന് കരുത്തായത് ചൈനയും റഷ്യയുമാണ്. ആക്രമണങ്ങൾക്കായി ചൈനീസ് വാണിജ്യ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ചൈനയുടെ ബെയ്ദു, റഷ്യയുടെ ഗ്ലോനാസ് എന്നീ നാവിഗേഷൻ സിസ്റ്റങ്ങളും ഇറാൻ പ്രവർത്തിപ്പിക്കുന്നു. ഇതിനൊപ്പം റഷ്യ യുക്രൈനിൽ പരീക്ഷിച്ച തന്ത്രം ഇറാൻ കോപ്പി ചെയ്യുന്നു. ആദ്യം കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ അയച്ച് അമേരിക്കൻ റഡാറുകളുടെ ശ്രദ്ധ തിരിക്കും. തൊട്ടു പിന്നാലെ വിനാശകാരികളായ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കും. ഈ തന്ത്രത്തിന് മുന്നിലാണ് പെൻറ്റഗൺ പതറുന്നത്. യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയി യഥാർത്ഥത്തിൽ ചൈനയാണ്. ഒരൊറ്റ വെടി പോലും ഉതിർക്കാതെ, $1 പോലും അധികം ചെലവാക്കാതെ ഏറ്റവും വലിയ ലാഭം കൊയ്യുകയാണ് ചൈന. അമേരിക്ക കോടിക്കണക്കിന് ഡോളർ യുദ്ധത്തിനായി പാഴാക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കൻ സ്വാധീനത്തിൽ നിന്ന് അകറ്റാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. 2023 സൗദിയും ഇറാനും തമ്മിൽ നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയ ചൈന ഇന്ന് ഗൾഫിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ്. അതുമാത്രമല്ല, ഡോളറിന് പകരമായി ചൈനീസ് യുവാൻ ഉപയോഗിച്ച് എണ്ണ കച്ചവടം നടത്താൻ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധി അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്കുള്ള തിരിച്ചടിയായി. സാങ്കേതിക വിദ്യയിലും ഫോണുകളിലും യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കൾ, റെയർ എർത്ത് എലമെൻറ്റ്സ്, ഇതിൻ്റെ 90% പ്രോസസ്സിങ്ങും കുത്തകയും ചൈനയുടെ കയ്യിലാണ്. അതുവെച്ച് യുഎസിനെ വരച്ച വരയിൽ നിർത്താനും ചൈന ശ്രമിക്കുന്നു. 1904 ഉയർന്നുവന്ന ഹാർട്ട്ലാൻഡ് സിദ്ധാന്തം വളരെ പ്രശസ്തമാണ്. യൂറേഷ്യൻ വൻകര നിയന്ത്രിക്കുന്നവർ ലോകം ഭരിക്കും എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. IMFനും വേൾഡ് ബാങ്കിനും പകരമായി ചൈന മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ആശയമാണ് ഗ്ലോബൽ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്. സാങ്കേതിക കുത്തകക്കൊപ്പം ഈ ഇനീഷ്യേറ്റീവ് ഉപയോഗിച്ച് ചൈന ഈ മേഖലയിൽ ആകെ ആധിപത്യം നേടുകയാണ്. റഷ്യയും ചൈനയും ഇറാനും ചേർന്ന് ഈ മേഖല പിടിച്ചെടുക്കും എന്ന് അമേരിക്ക ഭയക്കുന്നു. ഇതിനെ തടയാനാണ് നാറ്റോ രാജ്യങ്ങളെ ഒപ്പം ചേർത്ത് അമേരിക്ക പുതിയ യുദ്ധമുഖം തുറക്കുന്നത്. തുർക്കിയിൽ ഈയിടെ സമാപിച്ച നാറ്റോ ഉച്ചകോടിയിലെ പ്രധാന പ്രഖ്യാപനം ഈ വഴിയിലാണ്. എല്ലാ അംഗരാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് കൂടണം എന്ന് ഈ പ്രഖ്യാപനത്തിലുണ്ട്. 2ാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പിൻ്റെ സംരക്ഷണം മാത്രം ലക്ഷ്യമിട്ട് ഉണ്ടാക്കിയ സഖ്യമായിരുന്നു യഥാർത്ഥത്തിൽ നാറ്റോ. ഇന്ന് പക്ഷേ അതിർത്തികൾ കടന്ന് ഏഷ്യ പസഫിക്കിലേക്ക് കണ്ണുവെച്ച് ഒരു ഗ്ലോബൽ നാറ്റോ ആയി മാറാനാണ് ശ്രമിക്കുന്നത്. ജപ്പാനും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന IP4 രാജ്യങ്ങളുമായി കൈകോർക്കാനും നാറ്റോ ശ്രമിക്കുന്നു. നാറ്റോയുടെ കണക്കുകൂട്ടലിൽ റഷ്യ ഒരു താൽക്കാലിക ഭീഷണി മാത്രമാണ്. എന്നാൽ സാമ്പത്തികമായും സാങ്കേതികമായും കരുത്തുള്ള ചൈനയാണ് ലോകക്രമത്തെ മാറ്റാൻ കഴിവുള്ള പ്രധാന എതിരാളി. ഇറാനെ ഈ യുദ്ധത്തിൽ ചൈനയും റഷ്യയും സഹായിക്കുന്നു എന്ന ഗുരുതര ആരോപണം വാഷിംഗ്ടൺ കഴിഞ്ഞ ദിവസം പരസ്യമായി ഉയർത്തിക്കഴിഞ്ഞു. ദക്ഷിണ ചൈന കടലിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടേതാണ് എന്ന ചൈനയുടെ അവകാശവാദത്തെ US അംഗീകരിക്കുന്നില്ല. അന്താരാഷ്ട്ര സമുദ്ര നിയമപ്രകാരം എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള അന്താരാഷ്ട്ര ജലപാതയാണ് ഇത് എന്ന് തെളിയിക്കാൻ US കപ്പലുകൾ ഇവിടെ ഇടയ്ക്കിടെ സഞ്ചരിക്കാറുണ്ട്. US യുദ്ധക്കപ്പലുകൾ തായ്വാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കുമ്പോഴോ ദക്ഷിണ ചൈന കടലിലെ തർക്ക മേഖലകൾക്ക് സമീപം എത്തുമ്പോഴോ ചൈന അതിനെ ശക്തമായി എതിർക്കാം. ഇവിടെയുള്ള ഒരു ചെറിയ ഉരസൽ പോലും ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ചൈനയും റഷ്യയും ഇറാനും ഒരു ഭാഗത്തും അമേരിക്കയും ഇസ്രായേലും മറുഭാഗത്തും നിന്നുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ഗെയിം നമ്മെ എത്തിക്കുന്നത് വൻകരകൾ വിറക്കുന്ന മറ്റൊരു ലോകയുദ്ധത്തിലേക്കാകുമോ? കാത്തിരിക്കാം.